പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയുടെ കണ്ണട മോഷണം പോയിട്ട് ആഴ്ചകളാവുകയാണ്. പ്രതിമയുടെ മുഖത്ത് നിന്ന് കണ്ണട മാറ്റി പകരം കയ്യിൽ ഒരു മാലയും സാമൂഹ്യവിരുദ്ധർ ധരിപ്പിച്ചു. മോഷ്ടാവിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ കണ്ണടയും ഒട്ടും സ്ഥാപിച്ചിട്ടില്ല. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ആർക്കാണ് ഈ പ്രതിമയുടെ സംരക്ഷണ ചുമതല? ഭാഗത്ത് CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമായിരുന്നില്ലേ? പോലീസ് എന്താണ് പറയുന്നത്? മാധു, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധി പ്രതിമയുടെ മുഖത്ത് ഉണ്ടായിരുന്ന കണ്ണട മോഷണം പോയിട്ട് ആഴ്ചകളായി. ഇത് ഓർക്കണം, ഇത് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനാണ്. എപ്പോഴും രാവും പകലുമൊക്കെ ആളുകൾ ഉള്ള ഇടമാണ്. ചുറ്റും കെട്ടിടങ്ങളാണ്. അവിടെയെല്ലാം CCTV ക്യാമറകളുണ്ട്. പോലീസ് സ്റ്റേഷനാണെങ്കിൽ ഇവിടെ നിന്ന് കേവലം 100 മീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അതുമാത്രവുമല്ല, ഇവിടെ എല്ലായ്പ്പോഴും ട്രാഫിക് പോലീസിൻ്റെ സാന്നിധ്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരിടത്താണ് ഈ ഗാന്ധി പ്രതിമയുടെ മുഖത്ത് നിന്നും കണ്ണട മോഷണം പോയിരിക്കുന്നത്. ഇത് ജൂനിയർ ചേംബർ ഇന്റർനാഷണലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. നാളെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ രാജ്യം ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ആഴ്ചകളായിട്ടും ഗാന്ധി പ്രതിമയുടെ മുഖത്ത് നിന്നും ഒരു കണ്ണട പോയിട്ട് അതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുകയോ വേണ്ട നടപടികളിലേക്ക് പോവുകയോ ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇവിടെ നഗരസഭാ ജീവനക്കാർ എത്തി ഈ ഗാന്ധി പ്രതിമ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ പ്രതിമയുടെ എല്ലാ ഭാഗങ്ങളും അത് തുടച്ച് വൃത്തിയാക്കി കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജിയുടെ മുഖത്ത് കണ്ണട മാത്രമില്ല. അതിനെപ്പറ്റി ആരും അന്വേഷിക്കുന്നത് പോലുമില്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ നേരത്തെ അന്വേഷിക്കേണ്ടതാണ്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതാണ്. ആരാണ്, ഏത് സാമൂഹ്യ വിരുദ്ധനാണ് ഇങ്ങനെ ഗാന്ധി പ്രതിമയുടെ മുഖത്ത് നിന്നും ഈ കണ്ണട മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ കണ്ടെത്തേണ്ടതാണ്. ഇന്നിപ്പോൾ നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷം നടക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായി ഇപ്പോൾ നമുക്ക് കാണാം ജീവനക്കാർ ഇവിടേക്ക് എത്തി അത് തൂത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, ഗാന്ധി പ്രതിമയുടെ മുഖത്തിരുന്ന ആ കണ്ണട എവിടെ പോയി എന്നുള്ളത്. അല്പസമയം മുമ്പ് വരെ ഈ സാമൂഹിക വിരുദ്ധർ ഇവിടെ സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമയുടെ കൈഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഒരു മാല അതിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജീവനക്കാരൻ ഇത് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ആ മാല എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മുഖത്ത് വയ്ക്കാൻ കണ്ണട ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. മാഡം, ഇതിൻ്റെ മുഖത്തുണ്ടായിരുന്ന ഈ പ്രതിമ എവിടെയാണ് പോയത്? ഹലോ, ഇവിടെ ജീവനക്കാരുണ്ട്, പക്ഷേ അവരാരും പ്രതികരിക്കാനും തയ്യാറല്ല. ഇപ്പോഴേതായാലും വൃത്തിയാക്കുന്ന ജോലികൾ ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. നാളേക്കുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ ഗാന്ധി പ്രതിമയുടെ മുഖത്ത് വെച്ചിരുന്ന കണ്ണട മോഷണം പോയിട്ട് ആഴ്ചകളായെങ്കിലും അതിനെപ്പറ്റി ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഒക്കെ ആവശ്യം. മാധു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഭാഗത്ത് നമുക്ക് ഗാന്ധി പ്രതിമ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആഴ്ചകളായി ഗാന്ധി പ്രതിമയുടെ മുഖത്തുണ്ടായിരുന്ന കണ്ണട കാണാനില്ല. അത് ആരോ മോഷ്ടിച്ചെടുത്താണ്. എന്നിട്ട് പ്രതിമയുടെ കയ്യിൽ ഒരു മാലയും ധരിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്.